ഓക്കെ. ഹായ്, സുഖം തന്നെ? സുഖം തന്നെ. നമുക്ക് എത്ര വർഷം പഴക്കം ഉണ്ടാവും? ഇത് എന്നെ പ്രസവിച്ച വീട് അത്രേ അറിയത്തുള്ളൂ. പിന്നെ കാരണവന്മാര് അവരിങ്ങനെ തലമുറ മാറി വന്നു. എത്ര തലമുറ? 4 തലമുറ മാറി ഉണ്ടാവും. 4 തലമുറ മാറിയിട്ടുണ്ട്. ഓക്കെ, കേറട്ടെ? കേറി. ഈ അണപ്പൈസ മുതൽ അണപ്പൈസ ഉണ്ട്, 1 പൈസ ഉണ്ട്, 2 പൈസ ഉണ്ട്, 5 പൈസ ഉണ്ട്, 10 പൈസ ഉണ്ട്. ഇത് 700 വർഷം പഴക്കം വരുന്ന ഡംബ് പോയി. ഇത് ഉപ്പേണോ? അത് ഉപ്പ, ഉമ്മ, സഹോദരൻ 3 പേരും മരിച്ചു പോയതാണ്. ഇത് ലെൻസ്, ഒരേ ചെങ്ങല. ടോട്ടൽ എത്ര മുടി വരും അനസ്ക? ഇത് 9 മുറിയുണ്ട് ഫുള്ള്. ഇത് തട്ടൊരു വാരം? തട്ടൊരു വാരം. ഈ മുദ്ര പേപ്പർ ഏതൊക്കെയാ? മുദ്രപത്രം, ആണ, ഉറുപ്പിക, അങ്ങനെയുള്ള പേപ്പറുകൾ. പഴയ കാലത്ത് അടിമപ്പണിയുടെ കാലത്ത് തയ്യൽ മെഷീൻ. അത് കൈ കൊണ്ടാണല്ലേ? കാലുകൊണ്ടല്ല? കാലുകൊണ്ടല്ല, 2 പേരുടെ പണിയായിരുന്നു. പെട്രോമാക്സ്, റാന്തൽ, കുപ്പിവിളക്ക്, പാട്ടവിളക്ക്, ചിമ്മണി വിളക്ക്. എല്ലാം കത്തിയ. ഇതതിൻ്റെ ചെറുത്, ഇതതിൻ്റെ വലുത്, ഇതതിൻ്റെ വലുത്, അങ്ങനെ എല്ലാം ഊരാവുന്ന. ഇന്നത്തെ യാത്ര നല്ല ഭക്ഷണം തേടി വന്നതാണ്. പക്ഷെ ചെന്നെത്തിയത് വലിയൊരു പുരാവസ്തു കേന്ദ്രത്തിൽ. പഴയകാല ക്ലോക്കുകൾ, അതുപോലെ പിച്ചള, ടോർച്ച്, നാണയത്തുട്ടുകൾ, അങ്ങനെ സ്റ്റാമ്പ് ശേഖരണം, ഒട്ടുമിക്ക ഒരുവിധം എല്ലാ പുരാവസ്തു ഐറ്റങ്ങളുമുണ്ട്. കൂടെ നല്ല ഫുഡും. അപ്പോൾ വിട്ടേക്കാം, വാ പോരെ. നമുക്ക് എത്ര കൂട്ടം കറി വരും? ഒഴിച്ചുകറി ഒഴിക്കാനായിട്ട് സാമ്പാർ, മീൻചാറ്, രസം, പുളിശ്ശേരി, പരിപ്പ്, കട്ടത്തേര്, അത്ര ഐറ്റം വരും ഒഴിക്കാൻ മാത്രം. ചക്കക്കുരു തേങ്ങ അരച്ചാണ, മാങ്ങ തേങ്ങ അരച്ചാണ, അങ്ങനെ മാമ്പഴ പുളിശ്ശേരി, അത് വേറെ വരും. എല്ലാ ചേച്ചിമാര്? എല്ലാം പെണ്ണുങ്ങൾ മാത്രം. ഫുള്ള്. എത്ര പേരുണ്ട്? ഫുള്ള് ഇപ്പം 10 പേരുണ്ട് ഇന്ന്. അല്ലാത്തപ്പോൾ ഓർഡർ അനുസരിച്ച് ആൾ കൂടും. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് 10 എത്രയും തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ? 11:30 12 മുമ്പ് തുടങ്ങും. പിന്നെ അത് എത്ര മണി വരെ? രാത്രി 10 വരെ തുടങ്ങും. 7:30 മുതൽ കഞ്ഞി. 7:30 കഞ്ഞിയും ചോറും. ഫിഷ് വരും, ചിക്കൻ, ബീഫ്, കക്ക, കാട, കോഴി, കാടക്കോഴി, കാടമുട്ട, കോഴിമുട്ട, താറാമുട്ട, മത്തിപ്പീര, അങ്ങനെയുള്ള എല്ലാ ഐറ്റവും കാണും. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹോട്ടലിലേക്ക് തിരിഞ്ഞേ? ഹോട്ടലിലേക്ക് ഇങ്ങനെ എൻ്റെ പയ്യനൊരു ഹാൻഡിക്യാപ്റ്റാ, ഇറങ്ങാൻ പറ്റിയാലാത്തതുകൊണ്ട് അവന് ചുമ്മാ ചെറുതായിട്ട് ഒന്ന് തുടങ്ങി കൊടുത്താൽ ഇത്രയും നാട്ടുകാർ സഹകരണത്തോടുകൂടി വലുതായിപ്പോയി. നമ്മൾ അത് കാരണം ഇനി കുറയ്ക്കാലെന്നുള്ള, ഇനി കൂട്ടി വരട്ടെ. ഇപ്പോൾ ചോറിന് എത്ര? 80? ചോറിന് 80. 80-ന് താഴെ കൊടുത്താലും ഫ്രീ ആയിട്ട് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. സന്തോഷമേ ഉള്ളൂ. അതേ ഉള്ളൂ. നമ്മളിപ്പോൾ എക്സാ ലൊക്കേഷൻ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ആ റോഡ് വന്നിട്ട് എത്ര കിലോമീറ്റർ വരേണ്ടി? ഈരാറ്റുപേട്ട ടൗണിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിൽ. പേരെന്താ? പേര് ഷാജഹാൻ. ഭക്ഷണം കഴിച്ചാ? കഴിച്ചിട്ട് ഇറങ്ങിയ. എങ്ങനെ സഹായിക്കും ഇങ്ങനെ കാര്യക്ക്? എല്ലാം ഇവന് വേണ്ടി ചുമ്മാ ചെറുതായിട്ടൊരു അയൽവക്കത്ത് മേടിക്കാനായിട്ടൊരു ചെറിയ പലചരക്കട പോലെ മുട്ടായി, ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ വെച്ചിരുന്ന്
കൊടുത്ത് കഴിഞ്ഞ് പിന്നെ മ്യൂസിയം കാണാൻ വരുന്നവർക്ക് നാരങ്ങ വെള്ളം അങ്ങനെ കൊടുക്കുമായിരുന്നു. ഇതിന് രാത്രിയൊക്കെ പേടിയായിരുന്നു. പിന്നെ രാത്രി ഞങ്ങളന്ന് തീരുമാനിച്ച് 1 കിലോ കഞ്ഞി ഇട്ടിട്ട് ഒരു ബോർഡ് വെച്ച് നോക്കാം. ബോർഡ് വെച്ച് നോക്കിയപ്പോഴത്തേന് കഞ്ഞിക്ക് ഒരുപാട് ആൾ, പാലാ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരെ കഞ്ഞിക്ക് ആൾ വരിക. ഇനിയിപ്പം കഞ്ഞി മെയിനായി. ചോറ് ഉച്ചയ്ക്ക് വൈകുന്നേരം കഞ്ഞി എന്ന് പറഞ്ഞ രീതിക്ക് ഇവനത് കാരണം ഇപ്പം ഇരുട്ട് ഒന്നും പേടിയില്ല. ഇല്ല. അവിടെ ഒഴിക്കാനെല്ലാം കിട്ടിയോ? ഒഴിക്കാനാ വേണ്ട? സാമ്പാർ, മീൻചാറ്, രസം, പുളിശ്ശേരി, പരിപ്പ്, കട്ടത്തൈര്. ₹80 ഇത്രയും വലിയ ഊണ് വരുന്നത്. നമുക്ക് സ്പെഷ്യൽ നോക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈ 100 രൂപ, കാട ഫ്രൈ 100, ബീഫ് 100, മീൻ പീര, അത് മത്തി, കോട്ടയംകാര സ്പെഷ്യലാണ് മത്തിപ്പീര, അത് 50 രൂപയേ ഉള്ളൂ. പിന്നെ കക്കിറച്ചി 100. അതായത് 80 രൂപ, ഒരു 150 രൂപ ഉണ്ടെങ്കിൽ കുശാലമായിട്ട് കഴിക്കുക. അതായത് ഒരു മിനി സദ്യ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ തരത്തിലാണ്. ഇരാറ്റുപേട്ടയിൽ നിന്നും കാഞ്ഞപ്പള്ളി പോകുന്ന റൂട്ടിൽ തൂങ്ങാപ്പള്ളി ഹോംലി മിൽസ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വന്നിട്ട് കഴിച്ചിട്ട് പോകണം. സംഗതി വേറെ ലെവലാണ്. തൽക്കാലം എല്ലാം കഴിച്ച് ഞാൻ വിട്ടേക്കും. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ബൈ.